ഈ സ്പേമിന് കപ്പാസിറ്റേറ്റ് ചെയ്യാൻ, അതായത് ഫെർട്ടിലൈസ് ചെയ്യാനുള്ള കഴിവുണ്ടോ, ഈ എഗ്ഗുകള് എല്ലാം മെച്യൂർ എഗ്ഗുകളാണോ, അതേ ഉണ്ടാവുന്നതേ എഗ്ഗുകളെല്ലാം അബ്നോർമൽ ആണോ, ഇത്യാദികളെല്ലാം അറിയുന്നത് ഓൺലി ആഫ്റ്റർ ആൻ IVF ട്രീറ്റ്മെന്റ്. എഗ്ഗ് പുറത്തെടുക്കുമ്പോഴായിരിക്കും കാണുന്നത് എഗ്ഗ് ഇമ്മച്ചുവർ ആണ്, അല്ലെങ്കിൽ എഗ്ഗ് കൊള്ളാവുന്നതല്ല. ക്വാളിറ്റി ഓഫ് എഗ് ഇസ് വെരി പുവർ. അല്ലെങ്കിൽ ഒറ്റ എഗ്ഗും ഫെർട്ടിലൈസ്ഡ് ആയിട്ടില്ല. ചിലവരിൽ കാണാൻ നമ്മൾ എഗ്ഗ് കൊള്ളരുതാത്ത, ക്വാളിറ്റേറ്റീവ്ലി മോശമുള്ള എഗ്ഗ് ആയിരിക്കാം. ചിലവരുടെ സ്പേംസോ നോക്കാം ഒറ്റെണ്ണം ഫെർട്ടിലൈസ് ചെയ്തിട്ടില്ല. അപ്പൊ ഞങ്ങൾ ഇതിന് ഫെർട്ടിലൈസേഷൻ ഫെയിലിയർ എന്നാ പറയാ കണക്കില്. അത് 12 എഗ്ഗ് കിട്ടി, ഒറ്റെണ്ണം പോലും ഫെർട്ടിലൈസ് ആയിട്ടില്ല. ഇത് ഇവരുടെ ലൈഫിൽ തന്നെ മാറ്റങ്ങളാണ്. ഈ എഗ്ഗിന്റെയും സ്പെർമിന്റെയും ക്വാളിറ്റിനെ ബാധിക്കുന്ന കാര്യങ്ങളായിരിക്കാം ഞാൻ നേരത്തെ ചോദിച്ച സ്മോക്കിംഗ്, ആൽക്കഹോൾ പോലത്തെ ഹാബിറ്റ്സ് നേരിട്ട് ബാധിക്കുന്ന. അങ്ങനെ ഉണ്ടാകാം. അപ്പോഴിപ്പം നമ്മൾ പറയും നിക്കോട്ടിൻ. അപ്പൊ ഓൾറെഡി നമ്മൾ ഹിസ്റ്ററിയിൽ ചോദിക്കും സ്മോക്കിംഗ് ക്വിറ്റ് ചെയ്യൂ എന്നൊക്കെ പറയും. ഈ സ്മോക്കിംഗ് ക്വിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് സ്മോക്കിംഗ് നിക്കോട്ടിൻ അക്യുമുലേറ്റഡ് നിക്കോട്ടിന്റെ ടോക്സിസിറ്റി പോകാൻ സമയം എടുക്കും.